എല്ലാവർക്കും നമസ്കാരം. ശ്ലോകം 29. വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സ്രംസതേ ഹസ്താദ് ത്വക്ചൈവ പരിദഹ്യതേ. മേ ശരീരേ, എൻ്റെ ശരീരത്തിൽ, വേപതുഃ ച വിറയലും, രോമഹർഷ ച രോമാഞ്ചവും, ജായതേ ഉണ്ടാകുന്നു, ഗാണ്ഡീവം ഗാണ്ഡീവം എന്ന വില്ല്, ഹസ്താത് കയ്യിൽ നിന്ന്, സ്രംസതേ വഴുതിപ്പോകുന്നു, ത്വക്ചായേവ തൊലി തന്നെയും, പരിദക്ഷ്യതേ ചുട്ടുനീറുന്നു. എൻ്റെ ശരീരം വിറക്കുകയും രോമാഞ്ചമുണ്ടാവുകയും ചെയ്യുന്നു. എൻ്റെ വില്ല് ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു, തൊലി ചുട്ടുപൊള്ളുന്നു. ഭാവാർത്ഥം: ശരീരത്തിന് വിറയലും രോമാഞ്ചവും രണ്ടു കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ആധ്യാത്മികമായ ആനന്ദാനുഭൂതി കൊണ്ടും ഭൗതിക സാഹചര്യങ്ങളിൽ നിന്നുളവാകുന്ന ഭയം കൊണ്ടും. അതീന്ദ്രിയ സാക്ഷാത്കാരത്തിൽ ഭയം എന്നൊന്നില്ല. ഈ സന്ദർഭത്തിൽ അർജുനനുണ്ടായ ലക്ഷണങ്ങൾ ഭൗതികമായ ഭയം, മൃത്യുഭയം കൊണ്ടു തന്നെ. ഗാണ്ഡീവം എന്ന തൻ്റെ പ്രശസ്തമായ ധനുസ് കയ്യിൽ നിന്നും ഊർന്നു വീഴുന്നതും, ഹൃദയത്തിലെ നീറ്റൽ തൊലിപ്പുറത്ത് അനുഭവപ്പെടുന്നതും അദ്ദേഹത്തിനുണ്ടായ അസ്വസ്ഥതയുടെ മറ്റു ലക്ഷണങ്ങളാണ്. ഇവയ്ക്കെല്ലാം ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതിക ചിന്താഗതികൾ മൂലമുണ്ടായവയാണ്. ശ്ലോകം 30. ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. അവസ്ഥാതും ച നിൽക്കാനും, ന ശക്നോമി ഞാൻ ശക്തനാവുന്നില്ല, മേ മനഃ എൻ്റെ മനസ്സ്, ഭ്രമതി ച ഇവ ഇളകിക്കൊണ്ടിരിക്കുന്നതോ, കേശവ കേശിയെ വധിച്ചവനെ, വിപരീതാനി അശുഭങ്ങളായ, നിമിത്താനി ച ശകുനങ്ങളും, പശ്യാമി ഞാൻ കാണുന്നു. എനിക്ക് ഇപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു, മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. അല്ലയോ കൃഷ്ണ, കേശവ, ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത്. ഭാവാർത്ഥം: വികാരവിക്ഷോഭത്താൽ അർജുനന് യുദ്ധരംഗത്ത് നിൽക്കാൻ ആവാതായി. മനോദൗർബല്യവും ആത്മവിസ്മൃതിയോളം എത്തി. ഭൗതിക വിഷയങ്ങളിലുള്ള അമിതമായ ആസക്തി മനുഷ്യനെ അമ്പരപ്പിക്കുന്ന ഒരു വിഷമസ്ഥിതിയിലാണ് എത്തിക്കുക. ഭയം ദ്വിതീയാഭിനിവേശ സ്യാത്. ഭാഗവതം 11-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ ശ്ലോകം. ഭൗതിക പരിതഃ സ്ഥിതികളാൽ അത്യന്തം സ്വാധീനിക്കപ്പെട്ടവരിലാണ് ഇത്തരത്തിലുള്ള ഭയപ്പാടും മാനസിക വിഭ്രമവും കണ്ടുവരുന്നത്. യുദ്ധരംഗത്തിൽ ഭാവി വിപത്തിനെ മാത്രമേ അർജുനൻ കണ്ടുള്ളൂ. ശത്രുക്കളെ ജയിച്ചാൽ പോലും തനിക്ക് സന്തോഷിക്കാനാവില്ല. സാരഗർഭമായ ഒന്നാണ് ഇവിടെ നിമിത്താനി, വിപരീതാനി എന്നീ വാക്കുകൾ. തൻ്റെ പ്രതീക്ഷകളെല്ലാം നിഷ്ഫലമാകുമ്പോൾ അയാൾ ഞാൻ എന്തിനിവിടെ നിൽക്കുന്നു എന്ന് ചിന്തിച്ചു പോകുന്നു. എല്ലാവർക്കും സ്വന്തം കാര്യത്തിലും ക്ഷേമത്തിലുമാണ് താല്പര്യം, പരമാത്മാവിലല്ല. കൃഷ്ണൻ്റെ ഇച്ഛാനുസാരം അർജുനൻ തൻ്റെ യഥാർത്ഥത്തിലുണ്ടാകേണ്ടതായ സ്വാർത്ഥ താല്പര്യങ്ങളിലുള്ള അജ്ഞത പ്രകടിപ്പിക്കുന്നു. യഥാർത്ഥമായ സ്വാർത്ഥ താല്പര്യം വിഷ്ണുവിൽ അഥവാ കൃഷ്ണനിലാണ് നിലകൊള്ളുന്നത്. ബദ്ധനായ ജീവാത്മാവ് ഇത് മറക്കുകയും തന്മൂലം ഭൗതിക ക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിൽ നേടുന്ന വിജയം തനിക്ക് ദുഃഖത്തിനെ വഴി വെക്കൂ എന്ന് അർജുനൻ വിചാരിച്ചു. ശ്ലോകം 31. ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച. അർത്ഥം: അഹവേ യുദ്ധത്തിൽ, സ്വജനം ബന്ധുക്കളെ, ഹത്വ കൊന്നിട്ട്, ശ്രേയ ച നന്മയും, ന അനുപശ്യാമി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കൃഷ്ണ വിജയം ജയവും, രാജ്യം ച രാജ്യവും, ന കാംക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സുഖാനി ച സുഖങ്ങളെയും, ന കാംക്ഷേ ആഗ്രഹിക്കുന്നില്ല. ബന്ധുക്കളെ യുദ്ധത്തിൽ കൊല്ലുന്നതുകൊണ്ട് എങ്ങനെ എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കൃഷ്ണ. എനിക്ക് വിജയം ആവശ്യമില്ല, രാജ്യമാവട്ടെ സുഖമാവട്ടെ എനിക്ക് വേണ്ട. ഭാവാർത്ഥം: ബദ്ധരായ ജീവാത്മാക്കൾ തങ്ങളുടെ യഥാർത്ഥപരമായ വിപത്തി വിഷ്ണുവിൽ അഥവാ കൃഷ്ണനിലാണെന്ന സത്യം മനസ്സിലാക്കാതെ ശാരീരിക ബന്ധങ്ങളാൽ ആകൃഷ്ടരാവുകയും അങ്ങനെ സന്തോഷിക്കാമെന്ന് ആശിക്കുകയും ചെയ്യുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള അന്ധമായ ആശയഗതി മൂലം ഭൗതിക സുഖാനുഭവങ്ങൾക്ക്
കാരണം എന്തെന്നു കൂടി അവർ മറന്നു പോകുന്നു. ഒരു ക്ഷത്രിയന് വേണ്ടുന്ന ധാർമ്മിക നിയമങ്ങൾ പോലും അർജുനൻ മറന്നതുപോലെ തോന്നുന്നു. എത്രയും പ്രഭാവപൂർണവും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നവയുമായ സൗരമണ്ഡലത്തിൽ പ്രവേശിക്കാൻ രണ്ടു കൂട്ടർക്ക് അർഹതയുള്ളൂ എന്ന് പറയപ്പെടുന്നു. കൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് യുദ്ധകളത്തിൽ വീണു മരിക്കുന്ന ക്ഷത്രിയനും ലൗകിക ജീവിതം ത്യജിച്ച് ആധ്യാത്മിക സംസ്കാരത്തിന് സ്വയം സമർപ്പിച്ചവനും ബന്ധുക്കളെ എന്നെല്ലാം ശത്രുക്കളെ പോലും ഹിംസിക്കാൻ അർജുനൻ ഇഷ്ടപ്പെടുന്നില്ല. ബന്ധുക്കളെ കൊന്നിട്ട് തനിക്ക് ജീവിതത്തിൽ സുഖിക്കാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്നതുകൊണ്ട് യുദ്ധത്തിന് ഒരുങ്ങുന്നുമില്ല. വിശപ്പ് തോന്നാത്ത ഒരാൾ ഭക്ഷണം പാകം ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതുപോലെ നിരാശ കൊണ്ട് കാട്ടിൽ പോയി ഏകാന്ത ജീവിതം നയിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ക്ഷത്രിയൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് രാജ്യം ആവശ്യമാണ്. മറ്റേത് പ്രവൃത്തിയും ക്ഷത്രിയന് ഉചിതമല്ല. അർജുനന് രാജ്യമില്ല. ബന്ധുക്കളിൽ നിന്ന് തൻ്റെ അച്ഛൻ അവകാശപ്പെട്ട രാജ്യത്തെ പൊരുതി തിരിച്ചെടുക്കലല്ലാതെ അദ്ദേഹത്തിന് രാജ്യം നേടാൻ മറ്റൊരു പോംവഴിയില്ല. അതിന് അർജുനൻ ഒരുക്കമില്ല താനും. ഈ നിലയിൽ കാട്ടിൽ പോയി നിരാശാപൂർണമായ ഏകാന്ത ജീവിതം നയിക്കാൻ മാത്രമേ തരമുള്ളൂ. ശ്ലോകം 32. കിം നോ രാജേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ യേഷാമർത്തേ കാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച. 33-ാമത്തെ ശ്ലോകം. തൈമേ അവസ്ഥിതാ യുദ്ധേ പ്രാണാം സ്യക്ത്വാ ധനാനി ച ആചാര്യാഃ പിതരഃ പുത്രാഃ തഥൈവ ച പിതാമഹഃ. 34 ശ്ലോകം. മാതുലാ ശശുരാ പൗത്രാഃ ശ്യാലാ സംബന്ധിനസ്തഥാ ഏതാൻ ഹന്തുമിച്ഛാമി നതോപി മധുസൂദന. ശ്ലോകം 35. അഭി ത്രൈലോക്യരാജ്യസ്യ ഹേതോ കിം नु മഹീകൃതേ നിഹത്യ ധാർത്തരാഷ്ട്രാനഃ കാ പ്രീതി സ്യാത് ജനാർദ്ദന. ഗോവിന്ദ കൃഷ്ണ, നഹ ഞങ്ങൾക്ക്, രാജ്യേന രാജ്യം കൊണ്ട്, കിം എന്ത്, ഭോഗൈ ഭോഗങ്ങളെ കൊണ്ട്, ജീവിതേനവ ജീവിതം കൊണ്ട് പോലും, കിം എന്ത് പ്രയോജനം, നാ ഞങ്ങൾക്ക്, യേഷാം അർത്ഥേ യാതൊരുവർക്ക് വേണ്ടി, രാജ്യം കാംക്ഷിതം ആഗ്രഹിക്കപ്പെടുന്നുവോ, ഭോഗാഹ സുഖാനി ച ഭോഗങ്ങളും സുഖങ്ങളും ആർക്കു വേണ്ടി ആഗ്രഹിക്കപ്പെടുന്നുവോ തേ അങ്ങനെയുള്ള, ആചാര്യാഹ ആചാര്യന്മാർ, പിതരഃ പിതാക്കൾ, പുത്രാഹ പുത്രന്മാർ, തഥൈവ ച അപ്രകാരം തന്നെ, പിതാമഹഃ പിതാമഹന്മാർ, മാതുലാഹ അമ്മാവന്മാർ, ശശുരാഹ ശശുരന്മാർ, പൗത്രാഹ പൗത്രന്മാർ, ശ്യാലാഹ അളിയന്മാർ, തഥാ അപ്രകാരം തന്നെ, സംബന്ധിന ബന്ധുക്കൾ, ഹിമേ ഇവരെല്ലാവരും, പ്രാണാൻ ജീവനെയും, ധനാനി ച ധനങ്ങളെയും, ത്യക്ത ഉപേക്ഷിച്ചിട്ട്, യുദ്ധേ യുദ്ധകളത്തിൽ, അവസ്ഥിതാഹ നിൽക്കുന്നു, മധുസൂദന മധുവിനെ ഹനിച്ചവനെ, ജ്ഞാപി നെ കൊല്ലുന്നവരാണെങ്കിലും, ഏതാൻ ഇവരെ, ത്രൈലോക്യ രാജ്യങ്ങൾക്ക്, ഹേതോഹോം അഭി വേണ്ടിപ്പോലും, ഹന്തും കൊല്ലാം, നയിച്ചാമി ഞാൻ ആഗ്രഹിക്കുന്നില്ല, മഹീകൃതേ ഭൂമിക്ക് വേണ്ടി, കിംനു എന്ത്, ജനാർദ്ദന ജീവജാലങ്ങളുടെ രക്ഷക, ധാർത്തരാഷ്ട്രന്മാരെ നിഹത്യ കൊന്നിട്ട്, നഹ ഞങ്ങൾക്ക്, കാ പ്രീതി സ്യാത്ത് എന്ത് സന്തോഷമുണ്ടാകും. ഹേ ഗോവിന്ദ, രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ട് തന്നെയും ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? ആർക്ക് വേണ്ടി ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം സ്വത്തും പ്രാണൻ കൂടിയും ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ രണാങ്കണത്തിൽ നിൽക്കുന്നു. മധുസൂദന, ഗുരുജനങ്ങൾ, പിതാമഹന്മാർ, മക്കൾ, അമ്മാവന്മാർ, ശശുരന്മാർ, ശ്യാലന്മാർ തുടങ്ങിയ ബന്ധുക്കളോ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത്, ഞാൻ എന്തിന് ഇവരെ കൊല്ലണം? അവരെ വധിക്കുകയിൽ ത്രൈലോക്യമാകെ നേടാമെന്നു വന്നാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാനില്ല. പിന്നെ എങ്ങനെയാണ് വെറും കണ്ണിന് വേണ്ടി അവരെ കൊല്ലാനാവുക? ജനാർദ്ദന, ധാർത്തരാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് സുഖം കിട്ടാനാണ്? ഭാവാർത്ഥം: ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്യുന്നു എന്നർത്ഥമുള്ള ഗോവിന്ദ എന്ന പദം കൊണ്ടാണ് ഇവിടെ അർജുനൻ കൃഷ്ണനെ സംബോധന ചെയ്യുന്നത്. സാരവത്തായ ഈ വാക്ക് ഉപയോഗിച്ചതുകൊണ്ട് തൻ്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന എന്തെന്ന് കൃഷ്ണൻ മനസ്സിലാക്കണമെന്ന് അർജുനൻ ധരിപ്പിക്കുന്നു. ഗോവിന്ദ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയ സംതൃപ്തിയല്ല, എങ്കിലും ഗോവിന്ദൻ്റെ ഇന്ദ്രിയ സന്തർപ്പണത്തിന് ശ്രമിക്കുന്നതായാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായി തൃപ്തി അടഞ്ഞുകൊള്ളും. ഭൗതിക ലോകത്തിൽ എല്ലാവരും
തങ്ങളുടെ ഇന്ദ്രിയ സംതൃപ്തിയാണ് ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ ഇഷ്ടാനുസൃതമായി ഭഗവാൻ അത് തന്നുകൊള്ളണമെന്നും അവർ ആശിക്കുന്നു. എന്നാൽ ഭഗവാൻ സകല ജീവാത്മാക്കൾക്കും അവരാഗ്രഹിക്കുന്ന തോതിലെല്ലാം അർഹിക്കുന്ന തോതിൽ അത്രയും ഇന്ദ്രിയ സംതൃപ്തി നൽകുന്നത്. മറിച്ച് സ്വന്തം ഇന്ദ്രിയ സംതൃപ്തി ആഗ്രഹിക്കാതെ ഗോവിന്ദൻ്റെ ഇന്ദ്രിയ സന്തുഷ്ടി മുൻനിർത്തി പ്രവർത്തിക്കുന്ന ജീവന് ഗോവിന്ദ കൃപയാൽ ആഗ്രഹങ്ങളെല്ലാം നിറവേറും. ബന്ധുക്കളോട് സമുദായത്തോടുമുള്ള അർജുനൻ്റെ അഗാധമായ മമതാബന്ധം സ്വാഭാവികമായ അനുകമ്പയാൽ ഇവിടെ ഭാഗികമായി പ്രദർശിപ്പിക്കപ്പെട്ടു. അത് അദ്ദേഹത്തിന് യുദ്ധവൈമുഖ്യമുണ്ടാക്കി. മാത്രമല്ല, താൻ നേടിയ ഐശ്വര്യത്തെ ബന്ധുമിത്രാദികളെ കാണിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. അർജുനനാകട്ടെ തൻ്റെ ബന്ധുക്കളെല്ലാം യുദ്ധത്തിൽ കൊല്ലപ്പെടുമെന്നും ഐശ്വര്യത്തിൽ പങ്കുകൊള്ളുവാൻ ആരും ഉണ്ടാവില്ലെന്നും ഭയപ്പെടുന്നു. ഭൗതിക ജീവിതത്തിലെ സ്വാഭാവികമായ കണക്കുകൂട്ടലാണിത്. ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ആധ്യാത്മിക ജീവിതം. ഭക്തന് ഭഗവാന്റെ ഇംഗിതം നിറവേറ്റണമെന്ന് മാത്രമാണ് ആഗ്രഹം. അതുകൊണ്ട് സർവ്വവിധങ്ങളായ ഐശ്വര്യങ്ങളെയും ഈശ്വരേച്ഛയാൽ ഭഗവത് സേവനത്തിനായി അയാൾ സ്വീകരിക്കും. ഭഗവാന്റെ ഇച്ഛയില്ലെങ്കിൽ ഒന്നും സ്വീകരിച്ചുകൂടതാനും. അർജുനൻ ബന്ധുക്കളെ ഹിംസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒന്ന് ആവശ്യമാണെങ്കിൽ കൃഷ്ണൻ സ്വയം അത് ചെയ്യട്ടെ എന്ന് അദ്ദേഹം ആശിച്ചു. രണാങ്കണത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണൻ അവരെ കൊന്നുകഴിഞ്ഞു എന്നും താൻ അദ്ദേഹത്തിന് ഒരു ഉപകരണമാവുക മാത്രമേ ഇനി വേണ്ടൂ എന്നും ഈ സമയത്ത് അർജുനൻ അറിഞ്ഞിരുന്നില്ല. ഇത് അടുത്ത അധ്യായങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഭഗവത് ഭക്തനായ അർജുനൻ ദുഷ്ടന്മാരായ ബന്ധുക്കളോട് പക വീട്ടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ അവരെല്ലാം കൊല്ലപ്പെടണമെന്നായിരുന്നു ഈശ്വരഹിതം. കൃഷ്ണഭക്തൻ അപരാധികളോട് പക വീട്ടാറില്ല. തന്നോട് പ്രവർത്തിക്കുന്ന തെറ്റുകൾക്ക് മാപ്പ് കൊടുത്താലും സ്വഭക്തന്മാർക്ക് ദുഷ്ടന്മാർ ചെയ്യുന്ന ദ്രോഹം ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല. അതുകൊണ്ട് അർജുനൻ ശത്രുക്കളെ വെറുതെ വിടാനാണ് ഇഷ്ടപ്പെട്ടതെങ്കിലും കൃഷ്ണൻ അവരെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം.